ഒമാനിൽ ദുരിത ജീവിതം നയിക്കുകയാണ് വൃക്കരോഗിയായ മഹേഷ് കുമാർ. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാത്ത ഇദ്ദേഹം 3 മാസമായി സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. മഹേഷിനെ തുടർ ചികിത്സയ്ക്കായി നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഒമാനിലെ സാമൂഹ്യ പ്രവർത്തകർ. തനിച്ചായിരുന്നു മഹേഷ് കുമാർ അൽഖൂദ് ആശുപത്രിയിൽ ചികിത്സക്കെത്തിയത്. പിന്നീടാണ് അന്വേഷിക്കാൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലെന്ന് ആശുപത്രി അധികൃതർ മനസ്സിലാക്കുന്നത്. അസുഖം കൂടിയതിനെ തുടർന്ന് മഹേഷിനെ റൂവി ബദറുൽസമ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ 3 മാസമായി ഇവിടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് ഇദ്ദേഹം. ഡയാലിസിസിന് വിധേയനാകുന്ന മഹേഷിന്റെ ചികിത്സക്ക് ദിവസേന ഭീമമായ തുകയാണ് വേണ്ടത്. ആരുമില്ലാത്തൊരു വ്യക്തി ഒരിക്കൽ പോലും മരണത്തിന് വിട്ടുകൊടുക്കരുത് എന്നൊരു നിബന്ധന ഉള്ളത് കൊണ്ട് തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബദറുൽസമ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോട് റിക്വസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ബദറുൽസമ അൽഖൂദിൽ നിന്ന് റൂവിയിലേക്ക് മാറ്റി. ഹോസ്പിറ്റൽ ബില്ലാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് നിൽക്കുന്നത്. ഇനി എത്ര ദിവസം ഇവിടെ കിടക്കുമെന്നറിയില്ല. ഓരോ ദിവസവും ഈ ട്രീറ്റ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ കൂടുതലാണ്. ഇപ്പോൾ സാധാരണ നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലാണുള്ളത്. ക്രോണിക് കിഡ്നി രോഗം സ്റ്റേജ് 5 പുറമെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് താഴ്ന്നതിനെ തുടർന്ന് ഇതിനോടകം 7 കുപ്പി രക്തം നൽകേണ്ടിയും വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും നേരിയ പുരോഗതി വന്നതിനു ശേഷം നാട്ടിലെത്തിക്കാനാണ് ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം KMCC നേതാക്കളോടൊപ്പം കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ, ബദറുൽസമ ഹോസ്പിറ്റൽ MD അബ്ദുൽ ലത്തീഫ് ഉപ്പള എന്നിവർ മഹേഷിനെ കണ്ട് അദ്ദേഹത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അനാഥനായ മഹേഷ് കുമാറിന്റെ ചികിത്സക്കും മടക്കയാത്രക്കും ആവശ്യമായ കാര്യങ്ങൾ KMCC ഇന്ത്യൻ എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സുമനസുകളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ മഹേഷിന് നാടണയാനാകൂ. മീഡിയ 1, മസ്കത്ത്.